ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 91/2024 ചോദിച്ച ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1916 DK കാർവ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടാണ്? ആൻസർ എവിടാണ്? മഹാരാഷ്ട്ര. ബംഗാളിലെ കർഷകർ നടത്തിയ സൈനിക കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ഏതാണ്? ആൻസർ ആനന്ദമഠം ആണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻവാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിളക്കി. ജാലിയൻവാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചതാരാണ്? ആൻസർ എന്ന് പറയുന്നത് ഗാന്ധിജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ ബംഗാള്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തെറ്റ് ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ തെറ്റാണ്. ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? ആമുഖം ജവഹർലാൽ നെഹ്റു, മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3, നിർദ്ദേശ തത്വങ്ങൾ മഹാത്മാഗാന്ധി. ഇത്രയും ശരിയാണ്. ഇന്ത്യ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ C ആണ്. ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണ് മാർഗനിർദ്ദേശങ്ങൾ. ഇത് മൂന്നും ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലയെ സൂചിപ്പിക്കുന്നു? ആൻസർ എന്ന് പറയുന്നത് ആൻസർ B ആണ്, പാർലമെന്റ് ആണ്. എന്തൊക്കെയാണ് പാർലമെന്റിന്റെ സ്ഥാപനത്തിന്റെ ചുമതലകൾ? ഇംപീച്ച്മെന്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ 1ഉം 2ഉമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇത് രണ്ടും മൗലിക അവകാശങ്ങളുടെ ഭാഗമായി വരുന്നതാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ പ്ലേറ്റോയാണ്. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരാണിത് പറഞ്ഞത്? ആൻസർ ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ D ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3 ശരിയാണ്. അയ്യങ്കാളി കല്ലുമാല സമരം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ, വൈകുണ്ഠ സ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ തിരുവിതാംകൂർ. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ B ആണ്. 1924 നവംബർ 1. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് EMS നമ്പൂതിരിപ്പാട്. 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തെയാണ്? ആൻസർ C ആണ്, 18. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ C ആണ്. 3 മാത്രമാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ 1ഉം 2ഉം 4ഉം ശരിയാണ്. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറ് ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായും കരാറിൽ ഒപ്പുവെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാൻ ആൻസർ A ആണ്. അതായത് ഇന്ത്യ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ലാസ്റ്റ് ചന്ദ്രയാൻ ദൗത്യം.
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചത്. തെറ്റായിട്ടുള്ള ജോഡി ഏതാണ്? ഡി ആണ്. 4 തെറ്റായിട്ടുള്ളത്. അപ്പോൾ ബിലായി സോവിയറ്റ് യൂണിയൻ ശരിയാണ്. റൂർക്കേല ജർമ്മനി ശരിയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായിട്ടുള്ള പ്രസ്താവന ബി ആണ്. 1951-56 ആണ് പദ്ധതിയുടെ കാലയളവ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ഹരോൾഡ് ഡോമർ മാതൃക എന്ന് അറിയപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ആൻസർ ജവഹർലാൽ നെഹ്റുവിൻ്റെ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാനാണ് ആര് എന്ന് പറയുന്നത്? സുമൻ ബെറി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന് ചോദിച്ചാൽ ആൻസർ 2023 ഓഗസ്റ്റ് 23. താഴെ പറയുന്ന ഇന്ത്യയിലെ കിഴക്കൻ മലനിരകൾ ഉൾപ്പെടുന്നത് സി ആണ്. അതായത് പത്കായ്, മീസോ കുന്നുകൾ, അതേകൂട്ട് തന്നെ ഖാരോ ഖാസി കുന്നുകൾ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവന സി ആണ്. 2ഉം 4ഉം ആണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ശരിയായിട്ടുള്ളത് ബി ആണ്. അതായത് ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാന്. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? 3ഉം 4ഉം ആണ്. പാരാദ്വീപും ഹാൽഡിയയുമാണ്. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ആൻസർ എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് എന്ന് വെച്ചാൽ ശരിയല്ലാത്ത പ്രസ്താവന ചീയപ്പാറ പത്തനംതിട്ടയാണ് ശരിയല്ലാത്തത്. ശരിയായവ വാഴച്ചാൽ തൃശ്ശൂർ, പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ളത് ഡി ആണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കി, കള്ള. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ളത് ബി ആണ്. ശരിയായിട്ടുള്ളത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള പ്രസ്താവന 2ഉം 4ഉം ആണ്. ശരിയായിട്ടുള്ളത് ഇടുക്കി ജലവൈദ്യുതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഇവിടെ ശരിയല്ലാത്തത് 1 മാത്രമാണ് ശരിയല്ലാത്തത്. ബാക്കി 3 ശരിയാണ്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ് മലനാട്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവരാരാണ്? കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. 2ഉം 3ഉം ആണ് യോജിക്കാത്തത്. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം എന്നാണ് മത്സ്യഫെഡ് ആരംഭിച്ചത്? 1984. ശരിയാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. താഴെ പറയുന്നത് കടത്തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? പത്തനംതിട്ട. താഴെ പറയുന്നത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 3. ചന്ദ്രൻ 3 ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? ആൻസർ 2023 ഓഗസ്റ്റ് 23.
2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് SK വസന്തൻ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ആൻസർ കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് വിരാട് കോഹ്ലി. താഴെ തന്നിരിക്കുന്നവയെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ് ഏത് എന്ന് പറയുന്നത് ഇവയെല്ലാം ശരിയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടെണ്ണ ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയനക്കരാർ തയ്യാറാക്കിയത് ആരെല്ലാം എന്ന് ചോദിച്ചാൽ സർദാർ പട്ടേലും VP മേനോനും. താഴെ തന്നിരിക്കുന്നത് ഖാരിഫ് വിള ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് നെല്ല്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏതാണ്? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ 1969. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? ആൻസർ കോഴിക്കോട് ആണ്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് ആദിത്യ L1. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ചെവി. അടുത്ത ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന 1, 4 വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ബെർബറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? ആൻസർ എന്ന് പറയുന്ന പൊക്കാളി ആണ്. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? ആൻസർ പീച്ചി ആണ്. ഒരു ആഹാര ശൃംഖലയിലെ 1ാമത്തെ ട്രോപ്പിക് തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആരാണ്? ആൻസർ ഉൽപാദകരാണ്. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ അരുൺ അലോഷ്യസ് ആണ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏതാണ്? ആൻസർ ബാഗ് ആണ്. താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന 1ഉം 4ഉമാണ്. താപത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. താഴെ പറയുന്ന തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി എന്ന് പറയുന്നത് ആൻസർ D ആണ്. ബലം പാസ്കലാണ് തെറ്റായിട്ടുള്ള ജോഡി. പവർ വാട്ട്, ഊർജം ജൂള്, പ്രവൃത്തി ജൂള്. അലൂമിനിയത്തിൻ്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ബേക്കലൈറ്റ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് C ആണ്. 2, 3ഉമാണ്. ദീർഘദൃഷ്ടിയും അതേ കൂട്ടി തന്നെ വെള്ളെഴുത്തും.